ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീറിന് ഇമെയിലിലൂടെ ഭീഷണി സന്ദേശം ലഭിച്ചതിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. ഗുജറാത്ത് സ്വദേശിയായ ജിഗ്നേഷ് സിൻഹ പരമാർ എന്ന 21 വയസ്സുകാരനെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. ജോയിസ് ഡാനിയൽ ചേരുന്നു. ജോയിസ് ഡാനിയൽ, നമ്മൾ പരിഭ്രമിച്ചതുപോലെ ആശങ്കപ്പെട്ടതുപോലെ ഒരു ഭീകര മെസ്സേജ് ഒന്നും ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്താണ്? മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ ഗൗതം ഗംഭീറിനൊരു മെസ്സേജ് അയച്ചു എന്നത് മാത്രമാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചതായി ഗൗതം ഗംഭീർ ദില്ലി പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് വലിയ രീതിയിൽ അന്വേഷണം നടത്തി. അന്വേഷണത്തിനൊടുവിലാണ് ഗുജറാത്ത് സ്വദേശിയായ ഒരു 21 വയസ്സുകാരൻ മാത്രം പ്രായമുള്ള ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പേര് ജിഗ്നേഷ് സിൻഹ പർമാർ എന്ന് തന്നെയാണ്. ഇയാളെ പറ്റിയിട്ടുള്ള പ്രാഥമികപരമായി വീട്ടുകാർ തന്നെ പറയുന്നത് മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ്. അത്തരത്തിലൊരു നീക്കമായി തന്നെയാണ് ദില്ലി പോലീസും ഈ പ്രാഥമിക ഘട്ടത്തിൽ ഇതിനെ കാണുന്നത്. ഇപ്പോൾ തുടർന്ന് അന്വേഷണമൊക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഗൗതം ഗംഭീർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും കർശന നടപടി വേണമെന്നുള്ള ആവശ്യമാണ്. ഇതിനെ തുടർന്നുണ്ടായ ഒരു പ്രകോപനം എന്ന രീതിയിലാണ് ഗൗതം ഗംഭീറിന് ഒരു മെയിൽ എത്തുന്നത്. അതിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും എന്ന് 3 വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അത് ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ സംഘടനയാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന സംശയം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ദില്ലി പോലീസിന് കൃത്യമായ പരാതി ലഭിക്കുകയും ആ പരാതിയിൽ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് 21 വയസ്സുകാരനായ ജിഗ്നേഷ് സിൻഹ പർമാർ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വാദമല്ല, പോലീസ് കൂടുതൽ അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ ഇയാളെ കൊണ്ട് അയപ്പിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ദില്ലിയിൽ ഉൾപ്പെടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ വ്യാജ മെയിൽ സന്ദേശങ്ങൾ വന്നതിന് പിന്നിൽ മറ്റുള്ള ചില സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിൽ കൂടുതൽ പരിശോധനയിലേക്ക് ദില്ലി പോലീസ് പോകുന്നു. ഇതിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് ദില്ലി പോലീസ് പോകുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് നൽകാൻ തന്നിരിക്കുന്ന വിവരം. ഏതായാലും ഗുജറാത്ത് സ്വദേശിയായ 21 വയസ്സുകാരനായ ജിഗ്നേഷ് സിൻഹ പർമാറിനെയാണ് ഗൗതം ഗംഭീറിന് ഇമെയിൽ സന്ദേശം, അതായത് കൊലപ്പെടുത്തുമെന്ന് ഇമെയിൽ സന്ദേശം അയച്ച കേസിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ജോയിസ് ഡാനിയലാണ് ചേർന്നത്. അത് നമ്മുടെ ശോഭ ചേച്ചിയുടെ വീട്ടിനടുത്ത് വീണ് പൊട്ടിയ പടക്കം പോലെയാണ്. അതിനകത്ത് വലിയ കാര്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.